ഹിജാബ് എന്തുകൊണ്ടാണ് വിവാദമാകുന്നത്? ഹിജാബ് എന്ന് പറയപ്പെടുന്ന ശിരോവസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇന്ന് ലീഗുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകും. പക്ഷേ ലീഗിനകത്തുള്ള സ്ത്രീ സമൂഹം ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതി, ഉയർച്ച, വളർച്ച ഇതൊക്കെയാണ് ഇതിലൂടെ അവർ അർത്ഥമാക്കുന്നത്. അങ്ങനെ അവരുടെ ഉയർച്ചയും വളർച്ചയും കാണുമ്പോൾ അതിനകത്ത് മറ്റു പലർക്കും അസൂയയോ അല്ലെങ്കിൽ ആ വളർച്ചയോട് തോന്നാവുന്ന ഒരു എതിർപ്പോ ഉണ്ടാകുന്നുണ്ട്. ആ എതിർപ്പുള്ളത് കൊണ്ടാണ് ഹിജാബിനെ ഒരു പ്രശ്നമാക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? തീർച്ചയായിട്ടും ഹിജാബ് അണിഞ്ഞുകൊണ്ടോ പർദ്ദ അണിഞ്ഞുകൊണ്ടോ എന്തു വേണമെങ്കിലും അണിഞ്ഞുകൊണ്ടോ സ്കൂളിൽ വരാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഹിജാബ് അണിഞ്ഞുകൊണ്ട് വരാം, പർദ്ദ അണിഞ്ഞുകൊണ്ട് വരാം, എന്ത് വേണമെങ്കിലും അണിഞ്ഞുകൊണ്ട് വരാം. ഇനി പലസ്തീൻ്റെ ശിരോവസ്ത്രം ഉണ്ടല്ലോ, നമ്മുടെ മധുര പാർട്ടി കോൺഗ്രസ്സിൽ അണിഞ്ഞുകൊണ്ട് വന്ന വസ്ത്രം, അത് വേണമെങ്കിലും അണിഞ്ഞുകൊണ്ട് വരാം, അതിന് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള വസ്ത്രമായിരിക്കണം അവിടെ യൂണിഫോം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ സ്കൂളിനുമുണ്ട്. എയ്ഡഡ് ആയാലും ശരി, അൺഎയ്ഡഡ് ആയാലും ശരി, അവരാണത് തീരുമാനിക്കാനുള്ളവർ. അതിനാണ് പണം മുടക്കി അവർ ആ സ്ഥാപനം നടത്തുന്നത്. നിങ്ങളുടെ വസ്ത്രം അവിടെ അനുവദിക്കത്തില്ലെങ്കിൽ നിങ്ങൾ വേറെ സ്കൂളുകളുണ്ട്, അനുവദിക്കുന്ന സ്കൂളുകളുണ്ട്, അവിടേക്ക് പോവാം. നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ വസ്ത്രം പോലെ നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. നിങ്ങളുടെ മതം അതല്ലേ, നിങ്ങളുടെ ചോയ്സാണ്, മറ്റുള്ളവരുടെ ചോയ്സ് ആവരുത്. അതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഗോപ, ഇത് സെൻറ്റ് റീത്താസ് പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥാപനം തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരു ന്യൂനപക്ഷ സ്ഥാപനമാണ്. ന്യൂനപക്ഷങ്ങൾ അവരുടെ ന്യൂനപക്ഷ അവകാശപ്രകാരം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കെട്ടിയിട്ട് എനിക്ക് ഈ വേഷത്തിൽ വരണമെന്നൊരു കുട്ടി നിർബന്ധം പിടിക്കാൻ പാടില്ല. ഒരു ക്രൈസ്തവ സമൂഹം, അതെ, അത് നമുക്ക് തുല്യനീതി എന്നുള്ള ആ ഒരു കാര്യം. കാരണം അവിടുത്തെ എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ട് വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആ യൂണിഫോം എന്നുള്ള ഒരു ആശയം എന്തിനു വേണ്ടിയാണ്? നമ്മളെല്ലാം ഒരേപോലെയുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് ആഡംബരം കാണിക്കാനും മറ്റും വരുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയാണ്. അതുപോലെ മതദേഹങ്ങളും കാണിച്ചുകൊണ്ട് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി കൂടി, അത് എൻ്റെ മതം ഇന്നതാണെന്ന് പ്രഖ്യാപിക്കുന്ന വേഷങ്ങൾ പണിഞ്ഞുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. മതേതര രാജ്യമായതുകൊണ്ട് തന്നെ പരമപ്രധാനവുമാണ് സമൂഹത്തിൽ സംഘർഷങ്ങളില്ലാതാവാൻ. ചേരിതിരിഞ്ഞ് ഞങ്ങൾ മതങ്ങളായിട്ട് മതദേഹങ്ങളായിട്ട് ചേരിപ്പോര് കൂടാനുള്ള ഒരു സംവിധാനമല്ല ഇന്ത്യ. ആ ചേരിപ്പേരിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്. ആ സ്വത്വബോധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പാകിസ്ഥാൻ. അവിടെ അവർക്ക് അവരുടെ ഒരേ മതത്തിൻ്റെ വസ്ത്രം മാത്രം ധരിക്കാം. അവിടെ സെന്തൂരമിട്ട ആൾക്കാരെ കളിയാക്കാറുണ്ട്, ബസ്സിൽ പോലും യാത്ര ചെയ്യാതെ. അതുപോലൊരു രാജ്യമല്ല ഇന്ത്യ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഈ സ്കൂളിൽ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. വിശാലമായ ഭാരതമാണ്. നമുക്ക് അത് വേറൊരു തരത്തിൽ കാണാം. കാരണം ഇപ്പോൾ പറയുന്നത് ശരിയാണ്, ഒരു യൂണിഫോം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ആ യൂണിഫോം ഇട്ട് വരുന്നതിലും ആ യൂണിഫോമിറ്റിയിൽ ഒരു സ്കൂളിൻ്റെ അവരുടെ നടത്തിപ്പുകാരാണ്, മാനേജ്മെൻ്റാണ് ഇത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് അത് എയ്ഡഡോ അൺഎയ്ഡഡോ ആവട്ടെ. പക്ഷേ എങ്കിലും നമ്മുടെ മതസ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നത് അവിടെ മാറ്റിവെക്കപ്പെടേണ്ട ഒരു സാധനമല്ലേ. അവിടെ അതെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇന്ന മതത്തിൻ്റെ പേരിലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചാൽ, ശിരോവസ്ത്രം ധരിച്ചാൽ തകർന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ അതില്ലാതാകുന്നതാണോ ഈ സ്കൂളുകളുടെ യൂണിഫോമിറ്റി എന്ന് പറയുന്നത്? പള്ളിയിൽ പോകുമ്പോൾ ഇതൊക്കെ ഇടാവുന്നേ, നിസ്കരിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ഇടാം. സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൻ്റെ യൂണിഫോം വേണം, അതായത് മര്യാദ അച്ചടക്കും. ഈ സ്കൂളിലാണ് പ്രഭാത വേളകളിൽ നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, അല്ല ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ അള്ളാഹയിൽ വിശ്വസിക്കുന്ന ആളെന്നല്ല പ്രതിജ്ഞ. അതിൻ്റെ ആഡംബരങ്ങളല്ല അവിടെ കാണിക്കേണ്ട. മതദേഹങ്ങളാവരുത്. നമ്മൾ ഇന്ത്യക്കാരായിട്ട് വരണം. അതാണ് ഒരു രാജ്യം. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ്, അതും കൂടിയാണ്, സംശയമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാൻ കാര്യം, ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇത് വലിയ ഇഷ്യൂ ആക്കി, ഹിജാബ് എന്ന് പറഞ്ഞത്. കാരണം ആളിക്കത്തുന്ന വിഷയമാണിത്. മതവികാരം അങ്ങ് ആളിക്കത്തും. ആളുകൾ പട്ടിണി കടന്ന് മരിച്ചാൽ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അത് പോഷകാഹാരം വന്നില്ലാതെ മരിച്ചാൽ കുഴപ്പമില്ല. ഇല്ല, പറയട്ടെ, പറഞ്ഞു തീർന്നില്ല. അതുപോലെ മസ്തിഷ്കജ്വരം വന്ന് വാങ്ങിച്ചാൽ കുഴപ്പമില്ല. അമീബിക് മസ്തിഷ്കജ്വരം വാങ്ങിച്ച ആളുകളെ മരിച്ചുകൊണ്ട് പേപ്പട്ടികൾ വഴികളാണെന്ന് ആൾക്കാരെയും കുട്ടികളെയും കടിക്കുക, ഇതൊന്നുമല്ല പ്രശ്നം. എൻ്റെ വസ്ത്രം അത് പ്രദർശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അത് ഹിന്ദു ആയാലും എങ്ങനെയാണെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ചോണ്ട് വരാമല്ലോ. അല്ല, സന്യസ്ത വേഷം അങ്ങനെ കുട്ടികൾ ഹിന്ദുക്കളാണ്, അങ്ങനെ വേണ്ട, അങ്ങനെ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് വരാൻ ധൈര്യമുള്ള, കാഷായം ധരിച്ച് വരാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ അതിന് കരുത്ത് അങ്ങനെ സംഭവിച്ചതോ? കർണാടകത്തിൽ സംഭവിച്ചത് അത് സംഭവിച്ചു, നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളം കുറച്ചുകൂടി സാംസ്കാരികപരമായിട്ട് ഉന്നതി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ മതങ്ങളുടെ തമ്മിലുള്ള അടി കുറച്ചു കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമായിട്ടാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഇതിൽ പലപ്പോഴും
മുസ്ലിം സ്ത്രീകളിൽ വിദ്യാഭ്യാസം കൂടുതലായി ലഭിക്കുക. ഒരു അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് സ്ത്രീ സമൂഹമാണ്. അവരെന്ന് തന്നെയാണ് ആ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ പറയുന്നത്. കാരണം അവരെ പഠിക്കാൻ അയക്കാതെ അവരുടെ ശിരോവസ്ത്രവും താങ്കൾ ഈ പറഞ്ഞ പോലെ പർദ്ദയൊക്കെ ധരിച്ച് വീടിനുള്ളിൽ കുത്തിയിരുന്ന ഒരു സമീപനത്തിലേക്ക് സ്വീകരിച്ചവരാണ് അവർ. അങ്ങനെ അവർ സത്യം പറഞ്ഞാൽ ജീവിതത്തിന്റെ വീടിനുള്ളിലെ ഇരുട്ടിലും മുഖം മൂടിയിട്ടുള്ള ഇരുട്ടിലും അങ്ങനെ കഴിഞ്ഞവരാണ്. അവർ വിദ്യാഭ്യാസം നേടി ഡോക്ടറാവുന്നു, എഞ്ചിനീയർമാരാകുന്നു, IPSകാരാകുന്നു, IASകാരാകുന്നു. ആ തരത്തിലേക്ക് അവർ വളർച്ച പ്രാപിക്കുന്നു. ആ വളർച്ചയിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ടോ മറ്റ് സമൂഹത്തിന്, പൊതുസമൂഹത്തിലെ മറ്റ് ജാതി മതങ്ങൾക്ക്? ഷേക്സ്പിയർ പറഞ്ഞത് വാട്ട് ഈസ് ഇൻ എ നെയിം എന്നാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു. അതേ ഷേക്സ്പിയർ തന്നെ പറയുന്നുണ്ട് ദി അറ്റയർ ഓഫ് പ്രൊക്ലൈമത്ത് ദി മാൻ. മാൻ എന്ന് പറഞ്ഞാൽ വുമണുമാകാം. മാൻ ഓർ വോൺ ബി ദി അറ്റയർ എന്നോട് പറയാം. ദി അറ്റയർ ഓഫ് പ്രൊക്ലൈമത്ത് ദി മാൻ ടു ബി. അത് മിഡിൽ ഇംഗ്ലീഷാണ്. മിഡിൽ ഇംഗ്ലീഷ് ഇതിൻ്റെ അർത്ഥം ഒരു വസ്ത്രം ഒരാൾ എന്ത് ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലാണ് ശരി. ഇവിടെയും അത് തന്നെയാണ്. ഈ മതദേഹങ്ങളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുക. മതചിഹ്നങ്ങളുമായിട്ട് വരുന്നവരുടെ കാര്യം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമല്ല, വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വല്ലാത്തൊരു കുഴപ്പമാണ്. അല്ലാതെ ഇവരുടെ ഈ വളർച്ചയിൽ ആശങ്കയൊന്നുമില്ല എന്നാണോ പറയുന്നത്? ഈ മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ ശിരോവസ്ത്രം അണിഞ്ഞു വരുന്നതിൽ വന്ന് പഠിച്ച് ഞങ്ങൾ ഡോക്ടർമാരാവുന്നു, എഞ്ചിനീയർമാരാവുന്നു, അല്ലെങ്കിൽ IASകാരാവുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനകത്ത് പൊതുസമൂഹത്തിനുള്ളൊരു ആശങ്ക ഉളവാകുന്നുണ്ട്. ആ ആശങ്കയാണ് ഈ പ്രതിഷേധമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാക്കി മാറ്റുന്നതെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത്? എനിക്ക് ആ ആരാ പറഞ്ഞത്? അതൊരു ലീഗിന്റെ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ വനിതാ സെല്ലിന്റെ ഒരു വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട്. വൈസ് പ്രസിഡന്റിന് അത്രയും വിവരമൊന്നുമില്ല. ഞാനൊരു ഇന്ത്യക്കാരൻ പാവമാണ്. അവർക്ക് വിശ്വവിജ്ഞാനമൊക്കെ കൂടുതലായിട്ട് ഷാഹിന നിയാസ് കുറിപ്പിനകത്ത് അത് പറയുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. അപ്പോൾ ആ ശിരോവസ്ത്രം അണിഞ്ഞതിൻ്റെ ഫലമായിട്ടാണോ വിദ്യാഭ്യാസമൊക്കെ കൂടി ഉന്നതങ്ങളിൽ എത്തുന്നത്? അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ശിരോവസ്ത്രം അണിഞ്ഞ് ഞങ്ങൾ വിദ്യാഭ്യാസം നേടിയെന്ന് പറയുന്നുണ്ട്. അല്ല, അങ്ങനെ അണിഞ്ഞ ആൾക്കാരാണല്ലോ അഫ്ഗാനിസ്ഥാനിലുള്ളത്. എന്ത് മുന്നേറ്റമാണ് അവിടുത്തെ സ്ത്രീകൾ നടത്തിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ മാന്യ വനിത ഒന്ന് പറഞ്ഞു തന്നാൽ. അല്ല, അവർ പറയുന്നുണ്ട് അവർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ മതം തന്നെയാണ് അതിന് കാരണമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് അവർ ആ ഷെല്ലൊക്കെ പൊട്ടിച്ച് പുറത്തു വരികയാണ്. എന്തൊരു വീട്ടിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അന്ധകാര യുഗങ്ങളിൽ ഈ വസ്ത്രങ്ങളാണല്ലോ അണിഞ്ഞിരുന്നത്. എന്ത് ഡോക്ടർമാരുണ്ടായി എന്ന് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാവുന്നുണ്ടോ? ഇറാനില്ലേ ഹിജാബ് ധരിക്കാൻ തന്നെ പെൺകുട്ടിയെ പിടിച്ച് ജയിലിലിട്ട് കൊന്നില്ലേ? എന്ത് പുരോഗമനമാണ് സ്ത്രീകൾ ഇവിടെ ഉണ്ടാക്കിയത്? അത് ശരിയാണ്. മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള വളരെ ഈ പറഞ്ഞ താലിബാൻ പോലുള്ള അഫ്ഗാൻ പോലുള്ള മനസ്സിലാക്കണം. മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനടക്കി ഈ ഹിജാബ് പോലുള്ള ധരിച്ചു വരുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക. അവരാണല്ലോ രാഷ്ട്രീയവൽക്കരിക്കുന്നത്, ഹിജാബിന്റെ അല്ലല്ലോ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വീശിവൻകുട്ടി ഇതിനകത്ത് കയറി ഒരു പ്രസ്താവന നടത്തിയത്. അതാണ് കുറച്ചുകൂടെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്ന് തോന്നുന്നു. കാരണം ഈ സമയത്തിന് സ്വർണ്ണപ്പാളി വിവാഹത്തിന് മാറ്റുക, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് നേരെ ഹിജാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിജാബും മുസ്ലിം ലീഗും UDF ആയിട്ടുള്ള പ്രശ്നങ്ങളടക്കം ഒതുങ്ങി തീർത്തുകളായെന്ന് എന്ന് വിചാരിച്ചിട്ട് ശിവൻകുട്ടിയുടെ ഇടപെടലായിട്ട് തന്നെ കരുതേണ്ടതുണ്ടോ? ഈ മാഡത്തിന്റെ കാര്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയട്ടെ. ഇവിടെ ഈ ഹിജാബ് ഇട്ടത് ഷാഹില നിയാസ് ആ മാഡത്തിനോട് ഞാൻ പറയുന്നത്, ഇവിടെ പിന്നെ ഹിജാബ് ഇട്ടതുകൊണ്ടോ പർദ്ദ ഇട്ടതുകൊണ്ടോ ശിരാവസ്ത്രം ധരിച്ചതുകൊണ്ടോ കാവ്യവസ്ത്രം ധരിച്ചതുകൊണ്ടോ അല്ല സ്ത്രീകൾ ഉന്നതി പ്രാപിച്ചിട്ടുള്ളത്. ഇന്ത്യ എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവസരം കൊടുക്കുന്നു. അതിൽ മതവിചിന്തനമൊന്നുമില്ല. മതത്തിന് വേണ്ടിയല്ല ഇന്ത്യ നിലകൊള്ളുന്നത്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്. രാഷ്ട്ര വികസനത്തിന് തുല്യ അവസരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് മുന്നേറുന്നത്. അല്ലെങ്കിൽ ഹിജാബും പർദ്ദയും ഒക്കെ അണിഞ്ഞുകൊണ്ട് കണ്ണും മൂടി കെട്ടിക്കൊണ്ട് വീടിനകത്തിരിക്കുകയുള്ളൂ. വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ പറ്റുകയില്ല, അതിന് സമ്മതിക്കുകയില്ല അവിടെ മതമേലധ്യക്ഷന്മാർ. അങ്ങനെയാണ് നമ്മൾ ചുറ്റും കാണുന്നത്. അത് നേരെ തിരിച്ചാക്കി പറയരുത്. അതൊരു തരം വർഗീയത തന്നെയാണ്. അതുപോലെ തന്നെയാണ് ശബരിമല പ്രശ്നം ഉണ്ടാക്കുന്ന കോളിളക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ അവസരം ഉപയോഗിച്ച് പാവപ്പെട്ട ഒരു സ്കൂളിനെ നിങ്ങൾ അത്രയ്ക്കായോ, നിങ്ങളുടെ NOC ഞാൻ റദ്ദാക്കുമെന്നൊക്കെ ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് അതിനൊന്നും അവകാശമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, എല്ലാ ബഹുമാനങ്ങളോടും ഞാൻ പറയട്ടെ, ന്യൂനപക്ഷ അവകാശ പ്രകാരം ഭരണഘടനയുടെ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ആ ഭരണഘടനയുണ്ടല്ലോ, നിങ്ങൾക്കതിൽ തീരെ വിശ്വാസമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വസിക്കാൻ പറ്റില്ലത്. ആ ഭരണഘടന പ്രകാരം നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. NOC റദ്ദാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും വേറെ ആളുണ്ട്. ഈ സുപ്രീം കോടതി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതാണ് ഈ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ വാദിച്ച് വിധി പുറപ്പെടുവിക്കുന്നത്. ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് പോലും ആർക്ക് വേണ്ടിയാണ്?
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനും മേലെ ഇരിക്കുന്ന ആളാണ് മന്ത്രി എന്നൊരു വിചാരം വരരുത്. അത് ഏകാധിപത്യ ഫാഷിസ്റ്റ് പ്രവണതയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് മന്ത്രിമാർ, ഞങ്ങൾക്ക് വേണ്ടിയാണ് ദേവസ്വം ബോർഡുമാർ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി. ഈ ഒരു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് ജനാധിപത്യ ബോധം. അല്ല, നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല ഭരണഘടന എന്ന്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ അവകാശം, ന്യായമായിട്ടുള്ള അവകാശം. അതെന്താണെന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയാണ്, കേരളത്തിലെ ഒരു മന്ത്രിയല്ല. അതാണ്, താനാണ് സുപ്രീം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റിപ്പോയി. അല്ല, അങ്ങനെ ഒരു സുപ്രീം പവറാണ് മന്ത്രി എന്നല്ല താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കൂ, ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കും, മാത്രമല്ല ഈ ഞങ്ങളുടെ വിവാദങ്ങൾ, അതായത് ഞങ്ങളുടെ മന്ത്രിമാരോ ഞങ്ങൾ നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റുമാരോ ഒക്കെ ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഈ സ്വർണം അടിച്ചു മാറ്റി പോകുന്ന കഥ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു നിരീക്ഷണ സമയത്ത് സ്വാഭാവികമായിട്ട് ഈ LDF എന്ന് പറയപ്പെടുന്ന പാർട്ടി അത് ബാധിക്കുന്ന വിഷയമാണ്. CPM-നെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ മുഖം സംരക്ഷിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുമുണ്ട്. പക്ഷേ ഈ ശിരോവസ്ത്രം ധരിക്കാതിരിക്കുകയോ താങ്കൾ പറഞ്ഞ പോലെ യൂണിഫോമിറ്റി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലേക്ക് അവർ പോവുകയോ ചെയ്യട്ടെ, അതിനെ വലിയൊരു വിവാദമാക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പകരം ഈ വിഷയത്തെ വളരെ ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വി ശിവൻകുട്ടിക്ക് കഴിയുമായിരുന്നു. വി ശിവൻകുട്ടി പോലും ഇതിനകത്ത് ഇടപെടാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇടപെട്ട് ഈ കാര്യം തീർക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മന്ത്രി ഇടപെട്ടത് അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ? അതെനിക്കറിയില്ല, മന്ത്രിയോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അതിപ്പോൾ അതായത് ഞാൻ സംശയിക്കുന്നത് ശബരിമല ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി നടത്തിയ വർഗീയവൽക്കരണം, രക്ഷ നേടാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്, വോട്ട് നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയതയാണ്. ഹിജാബ് ആകുമ്പോൾ ആളിക്കത്തും എന്നുള്ള അറിയാം. മറ്റേത് ലോക്കൽ ഇഷ്യൂ മാത്രമാണ്. ആ സ്കൂളിൽ വേണോ വേണ്ടോ എന്ന് അവരുടെ തീരുമാനിക്കേണ്ട കാര്യം. അതിനെ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോകേണ്ടത് അതാണ് വർഗീയത. അതായത് ഈ പറയുന്ന ഇപ്പോൾ ഈ ഷാഹിന നിയാസ് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ വളർച്ച കണ്ടിട്ട് പലർക്കും ആശങ്കയുള്ളവാക്കുന്നു എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ആ ആശങ്കയാണോ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ കത്തിച്ചത് എന്ന്? നിങ്ങളുടെ വളർച്ച ആർക്കും അസൂയ ഉണ്ടാക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഈ മതദേഹങ്ങളുണ്ടല്ലോ അകൽച്ച ഉണ്ടാക്കുന്നു. ഈ മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ മതചിഹ്നങ്ങളായിട്ട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള ശിരോവസ്ത്രങ്ങളാവട്ടെ മറ്റെന്തുമാവട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു പേരിൽ എന്തിരിക്കുന്നു ചോദിച്ചാൽ ഒരു പേര് തന്നെയാണ് ചിലപ്പോൾ പലപ്പോഴും തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ഷാഹിനയുടെ ശിരോവസ്ത്രം എന്ന് പറയപ്പെടുന്നത് അത് ഷാഹിനയുടെ മാത്രമല്ല ഈ വിഭാഗത്തിൻ്റെ ശിരോവസ്ത്രം എന്ന് പറയപ്പെടുന്നത് ഒരു മതചിഹ്നമായിട്ട് മാറുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. മതചിഹ്നമായിട്ട് കാണിച്ച് ഞങ്ങൾ ഇത് ഈ മതത്തിലുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറയുന്നതല്ല, അവരുടെ ഒരു കവി തന്നെയായിട്ടുള്ള ആൾ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ മതദേഹങ്ങൾ എന്നുള്ള വാക്ക് അദ്ദേഹമാണ് ഉപയോഗിച്ചത്. അതെ, മുസ്ലിമിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളും ആ മതദേഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇന്ന മതമാണെന്നിങ്ങനെ പ്രഖ്യാപിക്കുകയല്ല. ഞാൻ ഇന്ത്യക്കാരനാണ്, ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ. ഇവിടെ നമ്മൾ യൂണിഫോമിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് ഞാൻ കണ്ട ഒരു ഫോട്ടോയ്ക്കകത്ത് അതിനകത്ത് പറയുന്നതാണ് യൂണിഫോം എല്ലാ കുട്ടികളും പഠിക്കാനിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു ബാക്കിയുള്ളവർ യൂണിഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടിയും അവിടെ എത്തപ്പെട്ട ഒരു കന്യാസ്ത്രീ അവരിട്ടിരിക്കുന്ന വസ്ത്രം അവരുടെ ഇതേ വസ്ത്രമാണ് അവരണിയുന്ന. അവരൊരിക്കലും ആ കുട്ടികളുടെ യൂണിഫോം അണിയുന്നില്ല. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് യൂണിഫോം വേണ്ടേ അങ്ങനെയാണെങ്കിൽ? അതൊരു വലിയ ചോദ്യമാവില്ലേ അങ്ങനെയാണെങ്കിൽ? കാരണം ഇത് തന്നെയാണ് ഇവിടെ ഇവർ ശിരോവസ്ത്രം ധരിക്കുന്നത്, അതുപോലെ തന്നെയല്ലേ ഈ കന്യാസ്ത്രീകൾ അവരുടെ വസ്ത്രം ധരിച്ചെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ യൂണിഫോം ധരിക്കാൻ അവരും തയ്യാറാകേണ്ടതല്ലേ? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവരും ഇത് തന്നെയാണ് സ്വീകരിക്കുന്നത്. റഫീഖ് അഹമ്മദ് ഉപയോഗിച്ച വാക്കാണ് മതദേഹങ്ങൾ എന്നുള്ളത്. ഞാൻ ഉപയോഗിച്ചതല്ല, ഞാനത് കടമെടുത്ത് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.